ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നിഷാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ വരുന്ന ദിവസമാണ്. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഈ ഇടയ്ക്കൊന്നും വീഡിയോ ഒക്കെ ഇട്ടുണ്ടായിരുന്നല്ലോ, ചേച്ചിയുടെ മോൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നത്. അപ്പോൾ അവരെ ഇന്ന് വിരുന്ന് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ഇന്ന് വരും, ഇതൊക്കെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബിരിയാണിയാണ്. ബിരിയാണി ഞാൻ വെക്കില്ല, ബിരിയാണി പുറത്തുനിന്ന് ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഞാൻ അവിടെ വെക്കുന്നുണ്ട്, പിന്നെ ചില്ലിയും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഞാൻ അവിടെ വെക്കുന്നുണ്ട്, പിന്നെ ബാക്കിയുള്ളത് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ അതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ഒരു ചിക്കൻ കറി വെക്കാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതൊരിക്കലും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ പിന്നെ അതുപോലെ തന്നെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ച് വറുത്തിട്ടാണ് കേട്ടോ. ആദ്യം നമ്മൾ ചിക്കനൊക്കെ വറുത്തെടുക്കണം, പിന്നെയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന് എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസമാണ് കേട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അപ്പോൾ ഇന്ന് വിരുന്നാണ് കേട്ടോ. അപ്പോൾ കല്യാണച്ചക്കനും പെണ്ണും എല്ലാവരും ഇന്ന് വരും. അപ്പോൾ ചേച്ചിമാരും വരും കേട്ടോ. പിന്നെ അടുത്ത ചേച്ചിമാരുണ്ടല്ലോ, അപ്പോൾ അവരിനെ വിളിച്ചിട്ടുണ്ട്. പിള്ളേരും എല്ലാവരും വരും കേട്ടോ ഒന്ന്. അപ്പോൾ അതിൻ്റെ തിരക്കാണ്. അപ്പോൾ അവർ വരുമ്പോഴേക്കും എല്ലാ പണിയും ഒരുക്കണം പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി ഉപ്പും മുളകൊക്കെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ വറുക്കാനുള്ളത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആപ്പമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോൾക്കും ഏട്ടനും ആപ്പം ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഞാനിതാ നമുക്ക് വറുക്കാനുള്ളത്, ഇത് കറിക്കുള്ളത് കേട്ടോ. കറി ഗ്രേവി വെക്കാനുള്ളത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി മസാലക്കൂട്ടെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി വെക്കുകയാണ് കേട്ടോ. ഇതൊരു അരമണിക്കൂറിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. ഇതിൽ വന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ചിക്കൻ മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കോൺഫ്ലവറും പിന്നെ ഒരു മുട്ടയും പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാം മിക്സാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചില്ലിക്കുള്ളതും വേണം, ഇതുപോലെ മസാലയൊക്കെ പുരട്ടി വെക്കണം. അപ്പോൾ ചില്ലിക്കുള്ളത് ഇനി വേറെ നമുക്ക് കുറച്ചാണ് കേട്ടോ, ചില്ലി ഉണ്ടാക്കുന്നത് കുറച്ചാണ്. അപ്പോൾ അത് വേറെ ഇത്തിരി മസാലയൊക്കെ പുരട്ടി വെക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോള് കഴിക്കാനൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ആപ്പം ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അതാ ഏട്ടൻ ചട്നിയൊക്കെ കൊണ്ടു കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആകപ്പാടൊരു ബഹളമാണ് കേട്ടോ അടുക്കളയിൽ. ഏട്ടനും കുറേ പണികളൊക്കെ സഹായിച്ചു കേട്ടോ. ഏട്ടനാണ് കേട്ടോ സവാളയൊക്കെ അരിഞ്ഞു വെച്ചത്. പിന്നെ ഇത് വന്നിട്ട് ചില്ലി ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ. കുറച്ചെടുത്തിട്ട് ഇതിലൊരു 1/2 കിലോ ഉണ്ടാവും കേട്ടോ. 1/2 കിലോ എടുത്തിട്ട് ചില്ലിക്കുള്ളത് വേറെ മാറ്റി വെച്ചു, പിന്നെ കറിക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ചില്ലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ അത് ഏട്ടൻ കണ്ണം ചേച്ചിക്കുള്ള ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും കൂടി അടുക്കളയിൽ നിന്ന് തിരക്കാവും പറഞ്ഞിട്ട് അപ്പോൾ ഏട്ടൻ ഇതാ കണ്ണം ചേച്ചിക്ക് ഇന്ന് ദോശ ഉണ്ടാക്കി വെക്കാം പറഞ്ഞിട്ട് ദോശ ഉണ്ടാക്കുകയാണ്. പിന്നെ ഞാനിതാ ചില്ലിയൊക്കെ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചില്ലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പിന്നെ റെഡ് കളർ ആവാനുള്ള ഒരു ഇതുണ്ടല്ലോ പൊടി, അതൊന്നും ചേർത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബ്രൗൺ കളർ വന്നത്. നമ്മൾ കടയിലൊക്കെ കഴിക്കുമ്പോൾ ഇതാ ഏട്ടൻ എന്നെ സഹായിക്കാൻ കേട്ടോ. ഞാൻ അടുക്കളയിൽ പണി ചെയ്യാണ്. അപ്പോൾ ഇവിടെ അവർ വരുമ്പോഴേക്കും വൃത്തിയാക്കണമല്ലോ, ഹാളൊക്കെ ഒന്ന് അടിച്ച് തുടക്കുകയാണ് കേട്ടോ ഏട്ടൻ. അപ്പോൾ ഞാൻ അടുക്കളയിൽ ഇതാ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഞാൻ കഷ്ടപ്പെട്ട് എടുക്കുകയാണ് കേട്ടോ. ഇടയിൽ കുറച്ച് ഭാഗങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചില്ലി പറഞ്ഞാൽ ചില്ലി റെഡിയായി. പിന്നെ അതുപോലെ തന്നെ കറി വയ്ക്കാനുള്ള ചിക്കനും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സവാളയൊക്കെ ഏട്ടൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും നേരം വറുത്തെടുത്ത എണ്ണയുണ്ടല്ലോ, ആ എണ്ണയിൽ തന്നെ നമുക്ക് ഈ സവാള ഇട്ടിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ സവാളയൊക്കെ നന്നായി വഴറ്റിയപ്പോൾ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ വന്നിട്ട് 3.5 കിലോ ആണ് കേട്ടോ ചിക്കൻ വാങ്ങിച്ചത്. അപ്പോൾ അതിൽ 1/2 കിലോ മാത്രം ചില്ലിക്ക് എടുത്തു, ബാക്കി അങ്ങനെ ഗ്രേവി ആക്കാനാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അധികം സവാളയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാള ഇട്ട് വഴറ്റി, പിന്നെ പച്ചമുളക് ഇട്ടു. അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ. ഇത് നന്നായി വഴറ്റി ചുങ്ങണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു 2 തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 അല്ല കേട്ടോ, ഒരു വലിയ തക്കാളി ഒരെണ്ണമാണ് ഇട്ടിട്ടത്. ഇനി നമുക്ക് ഒരു 3 തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഒരു 3 തക്കാളി, ചെറിയ തക്കാളി കേട്ടോ, 3 ചെറിയ തക്കാളി മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം പോണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ വലിയ ഉരുളിയിൽ വെക്കുമ്പോൾ നല്ല സൗകര്യമാണ് കേട്ടോ. അപ്പോൾ 3 കിലോ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇതിൽ വെക്കുകയാണ് നല്ല ഇളക്കാനും എല്ലാത്തിനും നല്ല സൗകര്യമാണ് കേട്ടോ ഇതിൽ വെക്കുമ്പോൾ. പിന്നെ അതിന് ശേഷം ഞാൻ മസാലകളൊക്കെ ഇട്ടു കേട്ടോ. ഇടയിൽ കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ തിരക്കിൽ. അപ്പോൾ ഇതിൽ ഞാൻ ചിക്കൻ മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, ഗരം മസാല എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇട്ട് സെറ്റാക്കി ചിക്കൻ കറിയും റെഡി ആയിട്ടോ. ഞാൻ പറഞ്ഞില്ല കുറേ വീഡിയോസ് എനിക്ക് മിസ്സായി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ജ്യൂസ് അടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ മോസാമ്പി നല്ല ഓറഞ്ചില്ലേ, ഓറഞ്ച് മോസാമ്പി പറയില്ലേ, അതിൻ്റെ ഓറഞ്ച് കളറുള്ളതാണ് കേട്ടോ വാങ്ങിച്ചത്. മറ്റേത് ലൈറ്റ് മഞ്ഞ പച്ച പോലെ ഉണ്ടാവില്ലേ, തോലൊക്കെ പച്ചയും ലൈറ്റ് മഞ്ഞ പോലെ. അപ്പോൾ അതല്ല, ഇത് നല്ല ഓറഞ്ച് കളറുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ജ്യൂസ്. അപ്പോൾ വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ജ്യൂസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജ്യൂസൊക്കെ അടിച്ച് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ് അടുക്കളൊക്കെ ക്ലീൻ ചെയ്തു. ഇനിയിപ്പോൾ കുളിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവർ വന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്തായാലും ജ്യൂസൊക്കെ കൊടുത്തിട്ട് പിന്നെ നീ പോയി കുളിച്ചോ എന്ന് പറഞ്ഞു. അപ്പം ഞാനിത് അവർക്ക് ജ്യൂസൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കൊടുത്ത ശേഷം അവരടുത്ത് സംസാരിച്ചിട്ട് പിന്നെ ഞാൻ പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരത് അവിടെ ഹാളിലിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ശരവണ്ണും മൃദുല പിന്നെ അതാ ചേച്ചി കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അവർക്ക് ജ്യൂസൊക്കെ കൊടുത്ത് അപ്പോൾ അവർ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഡൈനിങ് ടേബിൾ വന്നിട്ട് അടുക്കളയിലത്തെ ഡൈനിങ് ടേബിൾ ഹാളിൽ ഇതാ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ ഷീറ്റ് ഇട്ടതുകൊണ്ട് ഭയങ്കര ചൂടാണ്. അപ്പോൾ നമുക്കവിടെ കഴിക്കാനൊക്കെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് ഇവിടെ സെറ്റാക്കിയതാണ് കേട്ടോ. പിന്നെ ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് വന്നു കേട്ടോ. പിന്നെ അങ്ങനെ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് അടുത്തുള്ള ചേച്ചി ഉണ്ട് കേട്ടോ. ചേച്ചിയും മോനും പിന്നെ 2 പേരും എല്ലാവരും അടുത്ത് തന്നെയാണ്. അപ്പോൾ അവരിനൊക്കെ വിളിച്ചിട്ടുണ്ട്. അവരൊന്നും എത്തിയിട്ടില്ല. പിള്ളേരൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴേക്കും എല്ലാം റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മുട്ട വേവിക്കാൻ ലാസ്റ്റാണ് കേട്ടോ ഞാൻ വെച്ചത്. അപ്പോൾ മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റെഡിയായി. ഇനിയിപ്പോൾ അതൊക്കെ തോടൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫുഡൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം പരിപാടിയും സെറ്റായിട്ടോ. പിന്നെ നമ്മൾ ബിരിയാണി വന്നിട്ട് ഞാൻ ഫുഡിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ബിരിയാണി വന്ന് നമ്മൾ പുറത്തുനിന്ന് ഏൽപ്പിച്ചതാണ് കേട്ടോ. കൊല്ലങ്കോട് മലബാർ ഹോട്ടലിൽ നിന്നാണ്. റൈസ് മാത്രം പുറത്തുനിന്ന് കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇവിടെ വെക്കുകയാണ് ചെയ്തത്. ബാക്കിയെന്ന് പറഞ്ഞാൽ ചിക്കൻ ഗ്രേവി ഉണ്ട്, ചില്ലി ഉണ്ട്, പിന്നെ സോസ് ഒഴിച്ചിട്ടൊരു ചിക്കൻ വെച്ചു കേട്ടോ. അത് മോള് വേണം പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. ഇത് സോസൊക്കെ ഒഴിച്ച് കുറച്ചൊരു സ്വീറ്റായിട്ടുള്ളൊരു ചിക്കനാണ് കേട്ടോ. അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. പിന്നെ ചാറും ഉണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ ചാറ് ഒഴിച്ച് കഴിച്ചാലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചാറും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ചേച്ചിമാരും പിള്ളേരും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടിയിട്ട് ഒരു ചെറിയൊരു ആഘോഷം പോലെയായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. അപ്പോൾ സമയമായി, ഫുഡ് കഴിക്കാനുള്ള സമയമാവുന്നുണ്ട്. അപ്പോൾ ഞാനെല്ലാം കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. ഹാളിലെല്ലാം കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഏട്ടൻ നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ വാഴയിലൊക്കെ മുറിച്ചു കേട്ടോ. അപ്പോൾ അവർ ഫസ്റ്റ് ടൈം നമ്മൾ വിരുന്ന് വയ്ക്കല്ലേ, അപ്പോൾ അതിൻ്റേതായ രീതിയിലൊക്കെ ചെയ്യണം പറഞ്ഞിട്ട് ഏട്ടൻ എന്നാൽ പിന്നെ നമുക്ക് വാഴയിലൊക്കെ വിളമ്പാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇലയൊക്കെ മുറിച്ചിട്ട് വന്നു. പിന്നെ ഡൈനിങ് ടേബിൾ ഹാളിലിട്ടപ്പോൾ സൗകര്യമായിട്ടോ എല്ലാവർക്കും ഇവിടെ ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മളെല്ലാം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൈസ് വന്നിട്ട് വൈറ്റ് റൈസാണ് കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു. കൊല്ലങ്കോട് മലബാർ ഹോട്ടലിൽ നിന്നാണ് കേട്ടോ റൈസ് മാത്രം വാങ്ങിച്ചത്. പിന്നെ നമ്മൾ കറിയൊക്കെ എന്തായാലും നമ്മളിവിടെ വെച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊക്കെ ചെയ്തു കേട്ടോ. ചിക്കൻ കറിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതാ മൃദുലയും ശരവണ്ണും പിന്നെ മോളും കഴിക്കാനിരിക്കുന്നുണ്ട്. ചേച്ചിയുടെ മോനും കഴിക്കാനിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തുള്ള ചേച്ചിയുടെ 2 മക്കളും വന്നിട്ടുണ്ട് കേട്ടോ. സാന്ദ്ര, മനോജ് പറഞ്ഞിട്ട് അവരുണ്ട്. അപ്പോൾ എല്ലാവരും വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി ഇന്ന് ഇവിടെ ആക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചതാണ്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ കഴിച്ചു. പിന്നെ നമ്മൾ കല്യാണത്തിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ടി-വിയിലിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആൽബം ഒന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇനി കുറേ ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്തിട്ട് വേണം ആൽബം ആക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഷോപ്പാണെങ്കിൽ ഷോപ്പും തുറന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ നേരത്തെയൊക്കെ തുറന്ന് വെച്ചു. പിന്നെ നമ്മൾ ഷോപ്പിൽ കാര്യമായി ശ്രദ്ധിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഷോപ്പിൽ ഇരുന്നൊന്നുമില്ല. ഇടയിൽ കസ്റ്റമർ വന്ന് വിളിച്ചപ്പോൾ
അങ്ങനെ പോയിന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഷോപ്പിലിരുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ അടുക്കളയിൽ ഒരേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നില്ലേ, അതുകൊണ്ട് തന്നെ പിന്നെ അടയ്ക്കണ്ട വിചാരിച്ചു. എന്തായാലും വീട്ടിൽ തന്നെ അല്ലേ, ആരെങ്കിലും വന്നാൽ നമുക്ക് എടുത്തു കൊടുക്കാൻ മാത്രം പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഷോപ്പൊക്കെ രാവിലെ തന്നെ എപ്പോഴത്തെയും പോലെ തുറന്നൊക്കെ വെച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴേക്കും സമയം 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ എല്ലാവരും റെസ്റ്റിലാണ് കേട്ടോ. കുറേ നേരം ബിരിയാണി കഴിച്ചാൽ തന്നെ ഭയങ്കര ഒരു ടയേർഡ് പോലെ കേട്ടോ, പെട്ടെന്ന് ഉറക്കം വരും, അങ്ങനെ ഒരു ഇതാണ് കേട്ടോ. എനിക്കൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ടിരുന്നു. പിന്നെ വൈകുന്നേരമായപ്പോൾ പിന്നെ കുറേ സ്നാക്സൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചിമാർ. അപ്പോൾ അതൊക്കെ കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി കേക്കൊക്കെ കഴിക്കുകയാണ്. പിന്നെ കുറേ മധുരം അതും ഇതൊക്കെ കഴിച്ചു. മധുരം പറഞ്ഞാൽ ജിലേബി ഏട്ടൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ജിലേബി ലഡുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ബിരിയാണിയും കഴിച്ച് മധുരവും കഴിച്ചപ്പോൾ എന്തായി, വൈകുന്നേരം ആകുമ്പോഴേക്കും ഭയങ്കര എന്താ പറയുക, ക്ഷീണം പോലെ കേട്ടോ. ഉറക്കം വന്നിട്ട് അങ്ങനെ ഒരു ഇതായിരുന്നു കേട്ടോ. അല്ലെങ്കിലും ബിരിയാണിയൊക്കെ കഴിച്ച് ഭയങ്കര ടയേർഡായ പോലെയാണ് കേട്ടോ. അങ്ങനെ ഉറങ്ങാൻ തോന്നും, പിന്നെ വെറുതെ വെള്ളം കുടിക്കാനും തോന്നും, അങ്ങനെയൊക്കെ. പിന്നെ അതാ നമ്മൾ കേക്കൊക്കെ കഴിച്ച് പിന്നെ വൈകുന്നേരം പാലൊക്കെ വന്നു, പിന്നെ ചായയൊക്കെ വെച്ചു കേട്ടോ. അതിന് ശേഷം നമ്മൾ ഷോപ്പൊക്കെ അടച്ചു. പിന്നെ 8-8:30 കേട്ടോ. പിന്നെ 7 മണി ആകുമ്പോഴേക്ക് ചേച്ചിമാരൊക്കെ പോയിട്ടോ. വൈകുന്നേരം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഇല്ല പോട്ടെ പറഞ്ഞ സമയമായല്ലോ പറഞ്ഞിട്ട് 7 മണിയാകുമ്പോൾ എല്ലാവരും പോയിട്ടോ. പിന്നെ ഞങ്ങൾ ഷോപ്പൊക്കെ അടച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ടുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.